ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് Kdenlive അല്ലെങ്കിൽ Kdenlive എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു വീഡിയോയിലുള്ള സൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, പകരം പുതിയൊരു മ്യൂസിക് അതിനകത്ത് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Kdenlive എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ സൗണ്ട് സയൻസ് വീഡിയോയിൽ Kdenlive ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ Kdenliveൻ്റെ പ്രോഗ്രാം ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഇവിടെ ഇടതുവശത്ത് പ്രോജക്റ്റ് ബിൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് ഇവിടെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി, നമുക്ക് ക്ലിപ്പുകളെന്ന് പറയുമ്പോൾ അതൊരു വീഡിയോ ആകാം, ഓഡിയോ ആകാം, പിക്ചർ ആവാം, എന്തോ ആവാം. നമുക്കിവിടെ ഒരു വീഡിയോയാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആഡ് ക്ലിപ്പ് എന്ന് കൊടുക്കുക. നമ്മുടെ ഫയല് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എവിടെയാണോ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. എൻ്റെ വീഡിയോ ആഡ് ചെയ്തു. അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയോ ആണ്. നമുക്ക് വീണ്ടും നമ്മൾ ഏത് മ്യൂസിക്കാണോ ആഡ് ചെയ്യേണ്ടത് ആ മ്യൂസിക്കും ഒരു ക്ലിപ്പായിട്ട് ഇവിടെ ആഡ് ചെയ്യുക. നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്, ഞാൻ സിംഗിളായിട്ട് പറയുന്നതേ ഉള്ളൂ. വീണ്ടും ആഡ് ക്ലിപ്പ് കൊടുക്കുന്നു. ഞാൻ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള പാട്ടുകൾ ആഡ് ചെയ്യാം, കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം. അടുത്ത് നാം ചെയ്യേണ്ടത്, ഈ വീഡിയോ ഫയലിനെ വീഡിയോ ട്രാക്കിലേക്കും ഓഡിയോ ഫയലിനെ ഓഡിയോ ട്രാക്കിലേക്കും ഡ്രാഗ് ചെയ്തിടുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ വീഡിയോ 2 എന്ന് പറയുന്നത് ഇതൊരു ട്രാക്കാണ്, വീഡിയോ 1 എന്ന് പറയുന്നത് ഒരു ട്രാക്കാണ്. ഇത് രണ്ടും വീഡിയോ ട്രാക്കാണ്. ഓഡിയോ എന്ന് പറയുന്നത് ഓഡിയോ ക്ലിപ്പുകൾ പ്ലേസ് ചെയ്യാനുള്ള ട്രാക്കാണ്. നമുക്ക് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിനെ ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ ട്രാക്കിൽ പ്ലേസ് ചെയ്യുക. വീഡിയോ ട്രാക്കിൽ ആ ക്ലിപ്പ് ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. എനിക്കിപ്പോൾ ഇവിടെ ആവശ്യകത എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഗ്രാഫ് പോലെ കാണുന്നത് ആ വീഡിയോയിൽ സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്ന ഓഡിയോ ആണ്. അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ചെയ്യേണ്ടത്, ആ ക്ലിപ്പിൽ നിന്നുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന മെനുവിൽ നിന്ന് സ്പ്ലിറ്റ് ഓഡിയോ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ അറ്റാച്ച്ഡ് ആയിരുന്ന അല്ലെങ്കിൽ സിങ്ക് ചെയ്തിരുന്ന ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് മാറിയതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത് നാം ചെയ്യേണ്ടത്, ഈ ഓഡിയോയും വീഡിയോയിൽ നിന്നും ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് വരുന്ന മെനുവിൽ നിന്ന് അൺഗ്രൂപ്പ് ക്ലിപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടായിട്ടും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇനി ഈ ഓഡിയോ നമ്മൾ ഓഡിയോ ട്രാക്കിലുള്ള ഓഡിയോനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇപ്രകാരമാണ് നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് അതിനകത്ത് റെക്കോർഡായിട്ടുള്ള സൗണ്ടുകൾ പൂർണ്ണമായിട്ടും മാറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഇതിനോടൊപ്പം ഒരു മ്യൂസിക് കൂടെ പ്ലേ ആകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന മ്യൂസിക് നമ്മൾ നേരത്തെ ക്ലിപ്പായിട്ട് ഇവിടെ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ ഓഡിയോ ട്രാക്കിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഇത് തുടക്കം മുതൽ പ്ലേ ആവണമെങ്കിൽ മൗസ് തുടക്കത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത ഓഡിയോ കൂടെ പ്ലേ ആകുന്നു. വീണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ സ്പേസ് ബാർ. ഇപ്രകാരം നമുക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഓഡിയോ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം പുതിയ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഓഡിയോ ട്രാക്കിൽ പ്ലേസ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വലത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഓഡിയോയ്ക്ക് ഇത്ര ലെങ്തേ ഉള്ളൂ, എന്നാൽ വീഡിയോ ഒരുപാടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി ഞാനിവിടെ ചെയ്യുന്നത്, ഇത്രയും ഭാഗം വെച്ച് ഇത് മുറിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും ഭാഗം വേണ്ട നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയാൽ മതിയെങ്കിൽ, ഇവിടെ നമ്മൾ റേസർ ടൂളുണ്ട്, കട്ട് ചെയ്യാനുള്ള ടൂളാണ്. അതിവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ അത്രയും ഭാഗം സെപ്പറേറ്റ് ആയി. ഇനി അത് അവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ടും നമ്മുടെ മ്യൂസിക്കിനൊപ്പമുള്ള രീതിയിൽ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നാം ചെയ്യാൻ പോകുന്നത്, ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ MP4 ഫയലാക്കി റെൻഡർ ചെയ്യാൻ പോവുകയാണ്. അതിനെയാണ് റെൻഡറിങ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു.
റെൻഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റെൻഡറിങ്ങിൻ്റെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് ഏത് ഫയലായിട്ടാണ് വരേണ്ടതെന്ന് നോക്കണം. വെബ് എന്ന് പറയുന്നത്, അതായത് സാധാരണ വെബിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, വെബ്സൈറ്റുകളിലൊക്കെ കുറഞ്ഞ ഫയൽ സൈസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെബ് എന്ന ഫോർമാറ്റ് ഉപയോഗിക്കാം. അല്ല നമുക്ക് നോർമലി പ്ലേ ചെയ്യാവുന്ന MP4 മാറ്റണമെങ്കിൽ നമുക്ക് MP4 സെലക്ട് ചെയ്യാം. നമുക്ക് കൺവീനിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അനുയോജ്യമായെന്ന് പറയുന്നത് MP4 ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് നമ്മളൊരു പുതിയ ഫയൽ നെയിം, ഞാനിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഔട്ട്പുട്ട് ഫയൽ സേവ് ആകുന്നത് ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിനകത്താണ്. അതുകൊണ്ടാണ് ഞാനോടൊപ്പം ടെസ്റ്റ് എന്ന് കൊടുത്തത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ടെസ്റ്റ് എന്ന ഫയലായിട്ട് സേവ് ആയിക്കോളും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു MP4 സെലക്ട് ചെയ്തു, ഫയൽ നെയിം കൊടുത്തു. അതിനുശേഷം നമ്മൾ റെൻഡർ ടു ഫയൽ എന്ന് കൊടുക്കുക. റെൻഡറിങ് അല്പം സമയമെടുക്കുന്ന ജോലിയാണ്. നമുക്ക് എത്രമാത്രമാണോ നമ്മുടെ വീഡിയോയുടെയും ഓഡിയോയുടെയും കണ്ടൻറ്റുകളുടെ ദൈർഘ്യം, അതിനനുസരിച്ച് റെൻഡറിങ് ടൈം വ്യത്യാസം വരും. ഇവിടെ കാണിക്കും അല്പസമയത്തിനുള്ളിൽ ഏകദേശം എത്ര സമയത്തിനുള്ളിലാണ് ഇത് റെൻഡറിങ് ആകുമെന്ന് നമുക്കിത് ഇവിടെ ടൈം കാണിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റെൻഡറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും കാണിക്കുന്നത്. റെൻഡറിങ് ഫിനിഷ്ഡ് ഇൻ എത്ര മിനിറ്റ് കൊണ്ട് റെൻഡറിങ് ഫിനിഷ് എന്ന് ഇവിടെ കാണിക്കും. കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. അപ്പോൾ റെൻഡറിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഫയൽ നമുക്ക് എവിടെയാണ് റെൻഡർ ചെയ്തതെന്ന് നമ്മൾ ആ സമയത്ത് കൊടുത്തു. ഡോക്യുമെൻറ്റ്സിനകത്ത് നമ്മൾ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തത്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. പ്ലേസസിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ test.mp4 എന്നൊരു ഫയൽ നമ്മൾ റെൻഡർ ചെയ്ത ഫയലാണ്. അതായത് Kdenlive നിന്ന് റെൻഡർ ചെയ്ത ഫയലാണ്. നമുക്ക് ജസ്റ്റ് ആ ഫയലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫയൽ എങ്ങനെയാണ് റൺ ആകുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളുടെ വീഡിയോയിൽ നിന്ന് മ്യൂസിക് പോയി പുതിയ മ്യൂസിക്കോട് കൂടിയാണ് ഇപ്പോൾ പ്ലേ ആകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.